ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അത് വളരെ പ്രയോജനപ്പെടും. നമ്മൾ മുൻപിട്ടുള്ള വീഡിയോയിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് നമുക്കിപ്പോൾ വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതാണിപ്പോൾ യൂട്യൂബ് പറയുന്നത്. വീഡിയോ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വരൂ. ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ക്രോം വഴിക്ക് വേണം നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ. ഇത് സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ പ്രൊഫൈല് കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വൃത്തത്തിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വ്യൂ ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇതിൽ കാണാം ഒരു വീഡിയോ ഐക്കൺ കാണും ഇടത് ഭാഗത്ത് മുകളിലായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഏതാ വീഡിയോ കിട്ടുന്ന വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോയുടെ അരികിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു പെൻസിൽ ഐക്കൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന കത്രിക പോലെ ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോ. ഇതിൽ വേണം നമുക്ക് ഇത് പഴയ വീഡിയോ ഒന്ന് നമ്മൾ ക്ലിപ്പ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. ഇതിലൂടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ പോലെ കാണും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാൻ പറ്റും. നമുക്ക് എത്ര വീഡിയോ വേണമെന്ന് നമ്മളിതൊന്ന് നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതുവഴിയും നമുക്ക് കുറച്ചൊക്കെ വ്യൂസ് നമുക്ക് നേടാൻ കഴിയും. വീഡിയോ എഡിറ്റിങ്ങിനിടെ നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റാണോ അത് ശരിയാണോ എന്നൊക്കെ. എന്നിട്ട് നമുക്ക് നേരിട്ട് നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാം. മുകളിൽ കാണുന്ന വലതു ഭാഗത്ത് മുകളിൽ കാണുന്ന അപ്ലോഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോ അപ്ലോഡ് ആവുന്നത് നമുക്കിവിടെ കാണാം. വീഡിയോ അപ്ലോഡ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ആ സമയം നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിലുള്ള സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കുക. അത് വളരെ നല്ലതാണ്. വീഡിയോ അപ്ലോഡായി കഴിഞ്ഞാൽ ഇതിന് വേണ്ട ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ടാഗൊക്കെ ഇവിടെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ നമ്മുടെ YT സ്റ്റുഡിയോ പോയി നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ടൈറ്റിലൊക്കെ കൊടുക്കാം, ടാഗും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ നല്ല കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത്. അതിൻ്റെ ചില കുറവുകളൊക്കെ കാണും. ആ കുറവുകളൊക്കെ ക്ഷമിച്ച് തുടർന്നുള്ള എൻ്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.